കോറോത്ത് ജന്മി നാടുവാഴിത്തത്തിനെതിരെ ജീവൻ ബലിയർപ്പിച്ച് പോരാടിയ വടക്കേ മലബാറിലെ ആദ്യ ധീരരക്തസാക്ഷി വെമ്പിരിഞ്ഞൻ പൊക്കന്റെ സ്മരണയ്ക്കായി വെമ്പിരിഞ്ഞൻ പൊക്കന്റെ പൂർണ്ണകായ ശില്പം ഒരുങ്ങുന്നു. ബോയ്സ് കൊക്കോട്ടിന്റെ 18ാം വാർഷികത്തിന്റെ ഭാഗമായാണ് ശില്പം ഒരുക്കുന്നത്. കർഷക പ്രസ്ഥാനത്തിന്റെ നേതാക്കളായ കെ.പി. കുഞ്ഞിക്കണ്ണൻ മാസ്റ്ററെയും ടി.പി.സി. നമ്പ്യാരെയും അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചു നടത്തിയ ജാഥയിൽ പങ്കെടുത്തവർക്ക് നേരെയുണ്ടായ വെടിവെപ്പിലാണ് വെമ്പിരിഞ്ഞൻ പൊക്കൻ കൊല്ലപ്പെട്ടത്. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായാണ് ഈ പൂർണ്ണകായ ശില്പം നിർമ്മിക്കുന്നത്. പ്രശസ്ത ശില്പിയും ചിത്രകാരനുമായ ചിത്രൻ കുഞ്ഞിമംഗലമാണ് ശില്പം നിർമ്മിക്കുന്നത്. പൂർണ്ണകായ ശില്പത്തിന്റെ അവസാന മിനുക്കുപണികളാണിപ്പോൾ നടക്കുന്നത്. 1948 കാലത്തെ ഓർമ്മിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ വേഷം ശില്പത്തിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. പൊക്കന്റെ മകളുടെ മകനോടും മകളോടും അദ്ദേഹത്തെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കിയതിനു ശേഷമാണ് ശില്പം നിർമ്മിക്കുന്നത്. വെങ്കല നിറത്തിൽ ഗ്ലാസ് മെറ്റലിലാണ് ശില്പം പൂർത്തിയാകുന്നത്. ചിത്ര കെ. സുദർശൻ എന്നിവരും ശില്പനിർമ്മാണത്തിൽ സഹായികളായുണ്ട്. ശില്പത്തിന്റെ നിർമ്മാണം വിലയിരുത്തുന്നതിനായി നേതാക്കളായ CPM മുൻ ഏരിയ സെക്രട്ടറി K.P. മധു, ലോക്കൽ സെക്രട്ടറി M. അംബു, C. നാരായണൻ, T. സന്ദീപ്, T. സന്തോഷ് എന്നിവർ ചിത്രന്റെ പണിപ്പുരയിലെത്തി. ഏപ്രിൽ 12 ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് കൊക്കോട്ട് നടക്കുന്ന ബോയ്സ് കൊക്കോട്ടിന്റെ വാർഷികാഘോഷ പരിപാടിയിൽ വെമ്പിരിഞ്ഞൻ പൊക്കന്റെ സ്മാരകശില്പം CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജ് അനാച്ഛാദനം ചെയ്യും. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറും. സഖാവ് വെമ്പിരിഞ്ഞൻ പൊക്കൻ്റെ പൂർണ്ണകായ ശില്പമാണ് ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഏകദേശം 7 അടിയോളം വരുന്ന ശില്പമാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. അപ്പോൾ ഇത് കളിമണ്ണിലാണ് ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത് ആദ്യഘട്ടം. അപ്പോൾ ഇനി അത് വെങ്കല നിറത്തിൽ അത് ഫൈബർ ഗ്ലാസ് മെറ്റലിലാണ് അതിൻ്റെ പൂർത്തീകരിക്കുന്നത്. പിന്നെ അതുപോലെ ഇദ്ദേഹത്തിൻ്റെ രൂപത്തെക്കുറിച്ച് പഴയ കാലഘട്ടത്തിലായതുകൊണ്ട് തന്നെ 1948 കാലഘട്ടത്തിലെ അദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണ രീതിയൊക്കെയാണ് ഇതിൽ ഈ ശില്പത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര.